നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പറയാറുള്ളത് പോലെ തന്നെ ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യത്തിൽ, അതായത് ഒരു സംഭവത്തിൽ രണ്ട് നിലപാടുകളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് നിലപാടുകളെന്ന് പറഞ്ഞാൽ, ഒരു വശത്ത് സർക്കാർ സ്വീകരിച്ച നിലപാടും മറ്റൊരു വശത്ത് UDF അല്ലെങ്കിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടുകളും, ഇങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, സ്വർണ്ണപ്പാളി കടത്തിയിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ശബരിമലയിൽ ഏറെ ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം തന്നെയാണ്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി മോഷണം പോയിരിക്കുന്നു. ആര് കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോയി, ആരൊക്കെ കൂട്ടുനിന്നു, ആര് വാങ്ങി എന്നതടക്കമുള്ള വലിയ വലിയ ചോദ്യങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. എത്ര പോയിട്ടുണ്ട്, ഏതൊക്കെ കാലത്ത് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയുമായി അല്ലെങ്കിൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഈ പറയുന്ന സ്വർണ്ണപ്പാളി കടത്തിയവർക്ക് ബന്ധമുണ്ട് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് നമ്മളുടെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും വളരെ വ്യക്തമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ പരിശോധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ സ്വർണ്ണപ്പാളി അവിടെ നിന്ന് മോഷണം പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉയർത്തി, അല്ലെങ്കിൽ അവിടുത്തെ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നിടത്ത് നിന്നാണ് ആക്ച്വലി ഇതിൻ്റെയൊക്കെ തുടക്കം. അതാരായിരുന്നു അങ്ങനെ ഒരു പരാതി ഉയർത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നു ഇങ്ങനെയൊരു പരാതി മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്നത്. ഒടുവിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ ശില്പത്തിൻ്റെ പീഠം കണ്ടെത്തിയതുമൊക്കെ നമുക്ക് ചിരപരിചിതമായ കഥകളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. എന്നാൽ പിന്നീടുള്ള കഥകളിൽ അതുവരെ നായക വേഷത്തിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് പതിയെ ഒരു വില്ലൻ വേഷത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഇന്ന് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കുറച്ച് അധികം വില്ലന്മാരും ഈ കൂട്ടത്തിലേക്ക് വന്നു ചേർന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു വിഷയമുണ്ടാകുമ്പോൾ സർക്കാരിനെതിരായി ഒരു വലിയ പ്രക്ഷോഭം, അല്ലെങ്കിൽ സർക്കാരിനെതിരായ ചില കണക്കുകൂട്ടലുകളും വിവാദങ്ങളും ആരോപണങ്ങളും ഉയരുക സ്വാഭാവികം തന്നെയാണ്. എന്നാൽ സർക്കാർ എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിനെ കുറിച്ച് ആദ്യം പറയാം. ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ സർക്കാർ ഒരു സങ്കോചവും വിചാരിക്കാതെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് മുതിരുകയായിരുന്നു. അപ്പോഴാണ് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായി ഇതിനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ SIT അന്വേഷിച്ചാൽ മതി എന്ന് ഹൈക്കോടതി തീരുമാനിക്കുന്നു. അങ്ങനെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വഴി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ പലരെയും ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുകയും പലരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമുക്കറിയാം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള CPM-ൻ്റെ നേതാക്കന്മാരായ N. വാസുവും അതോടൊപ്പം നമ്മുടെ പത്മകുമാറും ഇതിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും നമുക്കറിയാം. അങ്ങനെ അവർ രണ്ടുപേരും പിടിയിലായി. പക്ഷേ ഇവർ രണ്ടുപേർ പിടിയിലായ സാഹചര്യത്തിലും ഈ അന്വേഷണത്തെ പൂർണ്ണ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്നു എന്ന് അത്യുച്ചത്തിൽ പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ സംവിധാനങ്ങളോ മുഖ്യമന്ത്രിയോ കടകംപള്ളി സുരേന്ദ്രനോ അതല്ലെന്നുണ്ടെങ്കിൽ VN വാസവനോ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു എതിർപ്പുകളോ ഒരു മറിഞ്ഞിച്ചാട്ടമോ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. അതിനിടയിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ളവർ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളും ഇന്നും നമ്മളുടെ മുന്നിലുണ്ട്. അതായത് VD സതീശൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനമായത് ഈ ശബരിമലയിൽ നിന്ന് കട്ടുകൊണ്ടുപോയിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ അത്രയും വലിയ വിലയ്ക്ക് ഏതോ ഉന്നതനായ ധനികനായ ഒരു വ്യക്തിക്ക് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മറിച്ചു വിറ്റിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് കേസ് കോടതിയിലെത്തുന്നു. കേസ് കോടതിയിലെത്തിയതിനു ശേഷവും ഈ മറിച്ച് വിറ്റു എന്ന് പറയുന്ന ആരോപണങ്ങൾക്ക് ഉപോത്ബലകമായി തെളിയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും എവിഡൻസുകൾ, അതായത് തെളിവുകൾ ഹാജരാക്കാൻ ഇതുവരെയായി VD സതീശൻ എന്ന് പറയുന്ന എന്തും ഏത് സമയത്തും എവിടെയും വിളിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുന്നിൽ വാസ്തവമായി നിലനിൽക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെ പകൽ വെളിച്ചത്തിൽ അദ്ദേഹം പോയി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുകയും താൻ മൊഴി നൽകുകയും ചെയ്തിട്ട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും നമ്മുടെ വീണ്ടും പുതിയൊരു ആരോപണം വരുന്നുണ്ട്. വീണ്ടും അവിടെ ശബരിമലയിൽ ഇതുവരെ കണ്ട സ്വർണ്ണക്കൊള്ളയല്ല, അതിനു മുൻപും സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങളും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ 2011 മുതൽ
2011 തന്നെ പ്രബലനായി മാറിയിരുന്ന ശബരിമലയിലെ ഏറ്റവും പ്രധാനിയായിരുന്ന ഒരാളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ 2011 ഇരിക്കണമെങ്കിൽ ആരുടെ കാലഘട്ടത്തിലായിരിക്കണം ശബരിമലയിൽ ഇങ്ങനെയൊരു സ്വർണ്ണക്കൊള്ള നടന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടി വരും. ശബരിമലയിൽ അപ്പോൾ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്ന് അവിടെ ഇരിപ്പുറപ്പിച്ചത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴും അത് വിരൽ ചൂണ്ടുന്നത് കൃത്യമായി ഉമ്മൻചാണ്ടിയിലേക്കും കോൺഗ്രസിലേക്കും അതോടൊപ്പം തന്നെ UDF നേതൃത്വത്തിലേക്കുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ അന്വേഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും SITയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നോ മറ്റൊരു ഏജൻസി ഇത് അന്വേഷണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഒരിടത്ത് പോലും ഈ പറയുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ആരും തന്നെ പറഞ്ഞിട്ടില്ല. അവരപ്പോഴും പറയുന്നത് അന്വേഷണത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയും അന്വേഷണത്തോട് സഹകരിക്കുകയും അതോടൊപ്പം അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നുമാണ് എപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകട്ടെ നമ്മുടെ മന്ത്രിമാരാകട്ടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകട്ടെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രണ്ടുപേരെ തള്ളിക്കളഞ്ഞില്ല അല്ലെങ്കിൽ N വാസുവിനെയും പത്മകുമാറിനുമെതിരെ നടപടി ഉണ്ടായില്ല എന്ന് മാത്രം വിലപിക്കാൻ മാത്രമേ UDF നേതാക്കന്മാരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞ ആരോപണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ ആരോപണം എന്തായിരുന്നു? ഇവിടെ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള ഏജൻസിയുമായി അല്ലെങ്കിൽ സംഘവുമായി ബന്ധമുള്ള ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും 500 കോടി മുതൽ 1000 കോടി രൂപ വരെ വില പിടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വിലയിട്ടുകൊണ്ട് ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുന്നു. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എൻ്റെ പക്കലുണ്ടെന്നും അത് തന്ന ആളിൻ്റെ മൊഴിയെടുക്കുകയും ചെയ്തു, ഒരു വലിയ വ്യവസായിയുടെ മൊഴിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ഡി മണി എന്ന് പറയുന്ന ഒരാളിലേക്ക് അന്വേഷണം എത്തി നിൽക്കുന്ന ആ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഒരു വിവാദം കത്തിപ്പടർന്നു വരുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നേരത്തെ അറിയാം. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്തൊക്കെയോ സ്വകാര്യം പറയുന്നുണ്ട് എന്നുള്ളത് ഒരു AI അല്ലെങ്കിൽ ഒരു ദൃശ്യത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ചില ചിത്രങ്ങൾ ഉടനെ വൈറലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. എന്നാൽ ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതോടുകൂടി ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് നടന്ന VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും കള്ളി പുറത്തായി. എന്ന് വെച്ചാൽ ഇത് ഒരു മുഴുനീള ദൃശ്യത്തിൽ നിന്ന് ചെറിയ ചെറിയ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഒരു ഫ്രെയിം മാത്രം കട്ട് ചെയ്തെടുക്കുമ്പോഴുണ്ടാകാവുന്ന ചില സംഭവങ്ങളാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി. അതായത് മുഖ്യമന്ത്രി പതുക്കെ ഒഴിഞ്ഞു മാറാൻ നോക്കി ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത് നിന്നും ആ ചടങ്ങിന് ശേഷം ഭീമ ഗോൾഡ് പോലീസിന് ആംബുലൻസ് സമ്മാനിക്കുന്ന ആ ഒരു വേദിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സൈഡിലൂടെ മുഖ്യമന്ത്രി മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്ന ആ സമയത്തെ അതൊരു സ്റ്റില്ലാക്കി വെച്ചുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ UDF ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇതെന്തോ വലിയ തെളിവുകളാണെന്നും മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ എന്തൊക്കെയോ വലിയ അഗാധമായ ബന്ധമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ചെവിയിൽ നുള്ളാൻ പോവുകയാണ്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചെവിയിൽ നുള്ളാൻ മുഖ്യമന്ത്രി മുതിരുകയാണ് എന്നതടക്കമുള്ള രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടേയിരുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ വ്യാജ പ്രചരണങ്ങളിലൂടെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും ഇകഴ്ത്തി കാണിക്കാനുള്ള UDFൻ്റെ ശ്രമങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എന്തിനെ പ്രതിരോധിക്കാനായിരുന്നു ഇങ്ങനെ ഒരു ചിത്രം ഒരു AI ആയിട്ടും അല്ലാതെയും നിർമ്മിച്ചെടുത്തത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടുത്തെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ പോലും കാണാൻ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്ന ഒരാളായിരുന്നു സോണിയാഗാന്ധി. ഈ സോണിയാഗാന്ധിക്ക് ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആന്റോ ആന്റണിയും പ്രയാർ ഗോപാലകൃഷ്ണനും ഈ പറയുന്ന ഗോവർദ്ധൻ ജുവലറിയുടെ ഓണറും ഗോവർദ്ധനും എല്ലാവരും റാത്തൻ ജുവലറിയുടെ ഓണർ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ ഇങ്ങനെ നിരന്തരം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് AI ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്തതോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുഴുനീള ദൃശ്യത്തിൽ നിന്നും കട്ട് ചെയ്തെടുത്ത ഒരു സിംഗിൾ ഫ്രെയിമോ ആയിരുന്നില്ല, അതൊരു സ്റ്റിൽ ഫോട്ടോയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് കയ്യിൽ എന്തോ ചരട് കെട്ടിക്കൊടുക്കുക എന്തോ ചെയ്യുന്നു. അപ്പോഴാണ് BRM ഷഫീർ എന്ന് പറയുന്ന കഥാപ്രാസംഗികൻ്റെ പുതിയൊരു കണ്ടെത്തൽ വരുന്നത്. പുള്ളിയൊരു കലാകാരനാണ്, കഥാപ്രാസംഗികനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഇത് വരുന്നു, എന്തോ സോണിയാഗാന്ധിക്ക് മാരകമായ രോഗമായിരുന്നു. ആ രോഗം അങ്ങനെ ആയതുകൊണ്ട് അവിടെ അയ്യപ്പൻ്റെ തിരുനടയിൽ നിന്ന് പൂജിച്ച ചരട് സോണിയാഗാന്ധിക്ക് കെട്ടിക്കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്ന ഭൂലോക വിഡ്ഢിത്തരം എഴുന്നള്ളിച്ചുകൊണ്ട് BRM ഷഫീർ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടി രംഗത്തേക്ക് വരികയും ചെയ്തതോടുകൂടി സംഭവം കലുഷിതമാകുന്നു. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയോട് അടുപ്പമുണ്ടെന്നും ഈ സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആന്റോ ആന്റണി എന്ന് പറയുന്ന പത്തനംതിട്ട MP ഇപ്പോൾ ആറ്റിങ്ങൽ MP അതോടൊപ്പം UDFൻ്റെ കൺവീനറുമായിരുന്ന അടൂർ പ്രകാശും പരമാവധി കിണഞ്ഞ് പരിശ്രമിച്ചു എന്ന് ആ ചിത്രം കാണുന്ന ആർക്കും ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ.
അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ രമേശ് ചെന്നിത്തല ഇത്രയും കൃത്യമായ തെളിവ് പുറത്തു വന്നതോടുകൂടി രമേശ് ചെന്നിത്തല പറഞ്ഞു അവർ മറുപടി പറയേണ്ടതുണ്ട്, എന്തിനവിടെ കൊണ്ടുപോയി എന്നുള്ളതിനെക്കുറിച്ച് മറുപടി പറയേണ്ടതുണ്ട്. ഒടുവിൽ ആന്റോ ആന്റണി തന്നെ വ്യക്തമാക്കുന്നു, 2014-11 മുതൽ തന്നെ വളരെ ശക്തനായി മാറിയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരണങ്ങൾ ആന്റോ ആന്റണി പുറത്തേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പോകുമ്പോൾ ഇനി ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ആദ്യം ഞാൻ സർക്കാരിൻ്റെ നിലപാടിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു. സർക്കാർ അന്വേഷണം ആരംഭിച്ച് നാളിതുവരെ എത്തി നിൽക്കുമ്പോഴും, അതായത് കടകംപള്ളി സുരേന്ദ്രൻ അടക്കം അന്വേഷണ ഉദ്യോഗസ്ഥരെടുക്കെ പോയി ചോദ്യം ചെയ്യലിന് വിധേയനായി തിരിച്ചെത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നൊരു കാര്യം എവിടെയും സർക്കാർ പറഞ്ഞിട്ടേയില്ല. അതോടൊപ്പം തന്നെ ഞങ്ങളെ കൊടുക്കാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല. CPM-നെ പ്രതി ചേർക്കാൻ ശ്രമിക്കുന്നു പറഞ്ഞിട്ടില്ല. അവിടെ അപ്പോഴും പറയുന്നത് അയ്യപ്പൻ്റെ ഒരു തരി സ്വർണം പോലും പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല, അതിന് കൂട്ടുനിന്ന ആരായാലും കൃത്യമായി ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും CPM എന്ന് പറയുന്ന പാർട്ടിയുടെയും അതിശക്തമായ നിലപാട്. ആ നിലപാടിൽ ഒരു തുള്ളി പച്ചവെള്ളം ചേർത്തിട്ടില്ല. ഇനിയും അടുത്ത ഘട്ടത്തിലേക്ക് നോക്കാം, രണ്ടാമത്തെ നിലപാടുകളിലേക്ക് വരാം. ആദ്യം CBI കൊണ്ട് അന്വേഷിപ്പിക്കണം, വേണ്ട ഞങ്ങൾക്ക് SIT മതി എന്ന് പറയുന്നു. CBI അന്വേഷണം ആവശ്യപ്പെടുന്നു, SIT അന്വേഷണം വരുന്നു. SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. SITയുടെ നീക്കുപോക്കുകളെല്ലാം വളരെ കൃത്യം. കാര്യം N വാസുവും M പത്മകുമാറും പിടിയിലാകുന്നത് വരെ അന്വേഷണം വളരെ കൃത്യമായിരുന്നു എന്ന് SIT അതുവരെ നല്ല പിള്ളയായിരുന്നു. SITക്ക് യാതൊരു തെറ്റുമില്ല, യാതൊരു രാഷ്ട്രീയ ഇടപെടലുകളും SITക്ക് മേൽ നടന്നിട്ടില്ല എന്ന് പറയപ്പെടുന്നു. ഇതിനിടയിൽ എവിടെയൊക്കെയോ ചില ധാരണാ പിശകുകൾ VD സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഉടനെ VD സതീശൻ പറയുന്നു ഞങ്ങൾക്ക് CBI അന്വേഷിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ SIT എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേൽ സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയുടെ കൈകടത്തൽ ഉണ്ടായിട്ടുണ്ട്, അത് തനിക്ക് അവിടെ നിന്ന് ലഭിച്ച വിവരമാണ് എന്നുള്ള കാര്യം VD സതീശൻ വ്യക്തമാക്കുകയല്ല, ആരോപിക്കുന്നു എന്ന് പറയുന്നതാവും ശരി. വ്യക്തമാക്കണമെങ്കിൽ ഈ VD സതീശൻ്റെ കയ്യിൽ ഏതെങ്കിലും അരക്കഴഞ്ച് തെളിവെങ്കിലും ഉണ്ടാകണം. ആ പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ പേരെങ്കിലും പുറത്തുവിടാനുള്ള തൻ്റെ ഇടം ഈ പറയുന്ന VD സതീശൻ കാണിക്കണം. അതിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ SITയിൽ വിശ്വാസമില്ല, CBI വന്ന് അന്വേഷിക്കണം. അതായത് UDF എല്ലാ കാലത്തും സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ പലതാണ് എന്ന് നമുക്കറിയാം. ആദ്യം അന്വേഷണം സംസ്ഥാനത്തിൻ്റെ വേണ്ട കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം അന്വേഷണം നടക്കണമെന്നായിരുന്നു. അങ്ങനെ കോടതി നിർദ്ദേശിച്ച അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു. ആ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല, അതുകൊണ്ട് CBI തന്നെ അന്വേഷിക്കണം എന്നുള്ള തരത്തിലേക്ക് നിലപാടുകളിൽ മാറ്റമുണ്ടാകുന്നു. ഇവിടെ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, പിന്നീടാണ് സംഭവങ്ങൾ അങ്ങോട്ട് കത്തുന്നത്. ഇത് തന്ത്രി ആവാനാണ് സാധ്യത. തന്ത്രി കണ്ഠരര് രാജീവരിലേക്ക് അവസാനം എത്തി നിൽക്കും, ദൈവതുല്യൻ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാളല്ലേ. അതിലേക്കൊക്കെ മിക്കവാറും അന്വേഷണമൊക്കെ എത്തി നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇവിടെ ഈ ചിത്രങ്ങൾ വൈറലാവുന്നു. അതായത് സോണിയാഗാന്ധി, ആന്റോ ആന്റണി, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ അവിടെ നടത്തിയിട്ടുള്ള ചില നാടകങ്ങളും കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇങ്ങനെ ശക്തമായി നിലനിൽക്കുന്ന ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ഇവർക്കൊരു ഉൾവിളി ഉണ്ടാകുന്നു. നമ്മൾ കെണിയിലാകുമോ എന്നൊരു ഭയം UDFൻ്റെ നേതൃത്വത്തെ വല്ലാതെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. അതുകൊണ്ടാണ് ഇവർക്കിപ്പോൾ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. കാരണം UDFൻ്റെ കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. പ്രശ്നമായി. കാരണം എന്താണ്, എങ്ങനെ, എന്താണ്, ഏത് തരത്തിലുള്ളതാണ്, എങ്ങനെ, എവിടെ വെച്ചിട്ടാണ് ഈ സ്വർണ്ണക്കടത്തുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ കൃത്യമായി ചോദ്യം ചെയ്യലുകൾ നടക്കും. ഈ ചോദ്യം ചെയ്യലിൽ ഈ ഒന്നാമത് അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശ് പലതും AI ആണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവാണ്. എന്തെങ്കിലും അറിയാതെ വായിൽ നിന്ന് വീണാൽ പലരും പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ പാരഡി ഗാനം, ഇന്ന് ആ പാരഡി ഗാനത്തിൻ്റെ രണ്ടാമത്തെ വരിയിൽ വരുന്നത് പോറ്റിയെ കയറ്റിയത് ചാണ്ടിയാണ് അയ്യപ്പ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് ആന്റോ ആന്റണിയുടെ മൊഴി പ്രകാരം 2011 തന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ശക്തനായ ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, പ്രധാനിയായി മാറിക്കഴിഞ്ഞിരുന്നു. 2011 അവിടെ പ്രധാനിയാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആരായിരിക്കാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രയാർ ഗോപാലകൃഷ്ണപിള്ള അടക്കമുള്ള UDFൻ്റെ നേതാക്കന്മാർ, അല്ലെങ്കിൽ ഈ പറയുന്ന ചാണ്ടിയാണ് അയ്യപ്പ എന്ന് നമ്മൾ തിരുത്തി പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യുന്നു. ഇതിൻ്റെയൊക്കെ പൂർണ്ണമായൊരു അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ UDF വല്ലാതെ വെപ്രാളം പിടിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു വിഭ്രതി എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ആ അന്വേഷണത്തിൽ വിശ്വാസമില്ല, ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല, ഞങ്ങൾ തെളിവുകൾ നിരത്തുന്നുണ്ട്, ആ തെളിവുകൾ ആരും വിശ്വസിക്കുന്നില്ല.
അല്ലെ? ഏത് തെളിവുകളാണ് യു ഡി എഫിൻ്റെ കയ്യിലുള്ളത്? യു ഡി എഫ് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ടോ? അതല്ല, ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഈ യു ഡി എഫിലെ ഏതെങ്കിലും നേതാക്കന്മാർ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടോ? ഇനി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തെളിവുകൾ ഈ യു ഡി എഫ് നേതാക്കൾ SITക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു സാക്ഷിയെങ്കിലും മുന്നിൽ കൊണ്ട് നിർത്തിക്കൊടുക്കാൻ യു ഡി എഫ് നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിയിലാകാൻ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും അധികം ബന്ധമുണ്ട് എന്ന് വരുത്തി അല്ലെങ്കിൽ വന്നത് ആർക്കാണ്? അത് യു ഡി എഫ് നേതാക്കൾക്ക് തന്നെയാണ്. അതിൽ 2 പേരും യു ഡി എഫിൻ്റെ എംപിമാരും, ആ 2 പേരിൽ ഒരാൾ തീർച്ചയായും യു ഡി എഫിൻ്റെ കൺവീനറുമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായും അന്വേഷണത്തിൻ്റെ ഓരോ പടവുകൾ കയറി ചെല്ലുമ്പോൾ ഏറ്റവും ഒടുവിൽ ആ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇതിനെവിടെയൊക്കെയോ ഒരു യു ഡി എഫിൻ്റെ ശക്തമായ കൈകടത്തലുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നീചമായ രീതിയിൽ അയ്യപ്പൻ ഏറ്റവും കൂടുതൽ പാത്രം വാങ്ങിച്ചു കൊടുത്ത യു ഡി എഫുകാരനാണ്. അതിൻ്റെ പേരിൽ അഴിമതി നടത്തിയത്. ഇവിടെ അരവണ ടിന്നുകൾ വ്യാപകമായി പൊട്ടിത്തെറിച്ച സംഭവം ഉണ്ടായത്, ശബരിമലയിൽ ഉണ്ടായത്, അത് യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലാണ്. ശർക്കര വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടും ശർക്കരയും കൽക്കണ്ടം അടക്കമുള്ള സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതി, അരവണ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതുണ്ടായതും ഈ പറഞ്ഞ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും അമ്പലക്കള്ളന്മാരായി നിന്നുകൊണ്ട് അമ്പലത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന, ക്ഷേത്രങ്ങളെ തങ്ങൾക്ക് അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കൂത്തരങ്ങാക്കി മാറ്റിയിരുന്നത് എല്ലാ കാലത്തും യു ഡി എഫ് നേതാക്കൾ തന്നെയാണ് എന്നുള്ള കൃത്യമായ ഒരു ഉത്തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് എന്ന് സുവ്യക്തം. ഇതോടുകൂടിയാണ് യു ഡി എഫിൻ്റെയും വിശിഷ്യ ഈ പറയുന്ന VD സതീശൻ്റെ അടക്കമുള്ളവരുടെ കിളി പറക്കാനുള്ള പ്രധാന കാരണമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് അന്വേഷണം കൂടുതൽ പുരോഗമിക്കട്ടെ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കൈകടത്തൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കൈകടത്തലുകൾ നടത്തിയതാര് എന്ന് വ്യക്തമാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അടക്കമുള്ള നേതാക്കന്മാർക്കുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.